ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. 2025 ആരംഭം മുതൽ അവസാന ഈ നിമിഷം വരെ ദൈവം നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിൻ്റെ മേലിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ നേരെ, ബിസിനസ്സിൻ്റെ നേരെ, കുഞ്ഞുങ്ങളുടെ നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ ദുഷ്ടൻ്റെ ദൃഷ്ടി പതിക്കാമായിരുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും നിങ്ങൾക്ക് തന്ന സകലത്തിൻ്റെ ചുറ്റും ദൈവത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിക്കുന്നു. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായിരുന്നു. ഒരു ദുഷ്ടന്റെ ദൃഷ്ടിയും പതിക്കാതെ ഇന്നയോളം കാവൽ ചെയ്ത ദൈവത്തെ, ഇന്നയോളം പരിപാലിച്ച ദൈവത്തെ 2025 നമ്മുടെ നാശത്തിൽ നിന്ന്, നമ്മുടെ വിലാപങ്ങളുടെ അകത്തുനിന്ന്, നിരാശയുടെ അകത്തുനിന്നൊക്കെ വിടുവിച്ച് ഇന്നയോളം കൊണ്ടുവന്നൊരു ദൈവത്തിന് ഈ അവസാന നിമിഷവും നന്ദി കരേറ്റാം. ശുഭപ്രതീക്ഷയോടെ 2026 നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ ആണ്ടിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുമ്പോൾ ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന ദുഷ്ടന്റെ ദൃഷ്ടിയിൽ നിന്ന് ദൈവിക ദൃഷ്ടി ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ കാത്ത ദൈവത്തിന് മഹത്വം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you.